ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വേദിയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വേദയുടെ അച്ചമ്മയും അതുപോലെ വേദയുടെ അമ്മയും കൂടി ചേർന്ന് കുറച്ച് വീട്ടുപകരണങ്ങളൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. വളരെ സ്നേഹത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത്. അവർക്കൊരു ധാരണയുണ്ട് ഇവിടെ വേദയെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെ. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അങ്ങനെയാണ് ആ ഒരു വീട്ടു സാധനമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്. അപ്പൊ ഇന്നത്തെ ഫുൾ സീൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അപ്പൊ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രീനി സാറിനെയും അതുപോലെ വിക്രത്തിനെയാണ്. അങ്ങനെ ശ്രീനി സാറ് പറയാണ്, നിങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കണം. ആ പെങ്കൊച്ചിനെയെങ്കിലും, അതായത് നമ്മുടെ രാധയെങ്കിലും അത് കാണിക്കണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നിന്നോടുള്ള ആ ഒരു സ്നേഹമൊക്കെ മാറിക്കിട്ടും. അവൾക്കും ഒരു ജീവിതം വേണമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കാനായിട്ട്, അവൾ എന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ അവളോടൊന്നും കാണിച്ചിട്ടോ അതുപോലെ തന്നെ സ്നേഹത്തിൽ പെരുമാറിയിട്ടോ പോലും ഇല്ല, മുഖം പോലും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല അവളെ എന്താ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. ഏതായാലും അവള് ഇത്രയും വരെയൊക്കെ ആയല്ലോ, ആയ സ്ഥിതിക്ക് അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ലാതെ എനിക്ക് വേദയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല ശ്രീനി സാറേ എന്ന് തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. കാരണം വേദയുമായിട്ട് അഭിനയിച്ച് കാണിക്കാനൊന്നും വയ്യ തനിക്ക്. അതിൽ കൂടുതൽ ആപത്തിലേക്കേ പോകത്തുള്ളൂ. ഇനിയിപ്പോ രാധയെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവിതം നശിപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മുടെ വിക്രം ശ്രീനിയോട് പറയുന്നത്. ഏതായാലും ശ്രീനിയുടെ ഉദ്ദേശങ്ങൾ എന്താണ്, ശ്രീനി എന്തിനാണ് നമ്മുടെ വിക്രത്തിന് ഇങ്ങനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ഇപ്പം ദേ പാർട്ടിയിൽ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു സ്ഥാനം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തിനാണ്? പിന്നെ ഈ ശ്രീനിയുമായിട്ട് കൂട്ട് ആയതുകൊണ്ട് തന്നെയാണ് മാഷിന് നമ്മുടെ വിക്രത്തിനോട് ഇത്ര വിരോധം. ഇനി ശ്രീനി നല്ലതാണോ അതോ നമ്മുടെ വിക്രത്തിനെ പുറകെ നിർത്തിക്കൊണ്ട് കളിക്കുന്നതാണോ എന്നൊന്നും നമുക്ക് ഇതുവരെ വ്യക്തമല്ല. അതൊക്കെ ഏതായാലും നമുക്ക് അടുത്ത ആഴ്ചയോട് കൂടിയൊക്കെ വ്യക്തമാവും കേട്ടോ. ഏതായാലും ഈ സമയമാണ് നമ്മുടെ നന്ദിനിയെയും അതുപോലെ ശ്രീജേനെയും കാണിക്കുന്നത്. നന്ദിനി ആണെങ്കിലോ, എന്തൊരു ചൂടാ, ഇതെന്താ ഇങ്ങനെ ഇവിടെ, എനിക്ക് വയ്യ, ഒരു അസ്വസ്ഥതയാ, ജോലി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഏതാണ്ട് ജോലി ചെയ്യുന്ന പോലെ ആട്ടോ പറയുന്നത്. ഇവിടെ ഒരു ഫാൻ ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴത്തേക്കും ശ്രീജ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വിനയനോട് പറഞ്ഞിട്ടൊരു ഫാൻ മേടിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ, അതിനുള്ള പണമൊന്നും വിനയേട്ടന്റെ കയ്യിലില്ലെന്നേ, ഈ പറയുന്ന വസ്തു കച്ചവടം ഒന്നും നല്ല രീതിയിലൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ തട്ടിയടിച്ച് വിടുകയാണ്. ഏതായാലും ഇങ്ങനെ AC കാര്യവും ഫാൻ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വേദയുടെ വീട്ടുകാർ വരുന്നത്. അപ്പൊ വേദേനെ കുറിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദിനി. അപ്പം ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം, എന്തിനാ വേദയോട്? വേദ നിന്നോട് എന്താ ഉപദ്രവം കാണിച്ചത്? ആ പെങ്കൊച്ചു നിന്നോട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് ചേച്ചിക്ക് ഏടത്തിക്ക് എന്താ വേദയോട് ഇത്ര സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടി വന്ന് മുറ്റത്ത് നിൽക്കുന്നതും അതിന്റെ പുറകില് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും കൂടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നത് കാണുമ്പോഴത്തേക്ക് ഇവര് പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. വീട്ടിലൊരു വലിയ വണ്ടിയാണല്ലോ വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നന്ദിനിയും ശ്രീജയും കൂടെ ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, അതെ, ഞങ്ങൾ കുറച്ച് വീട്ടുപകരണങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. AC-യും കുറച്ച് പാത്രങ്ങളും അതുപോലെ കുറച്ച് അലമാരയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി കണ്ണ് തള്ളിപ്പോയി. നന്ദിനി ഓർത്ത്, ഇതൊക്കെ അയ്യോ, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷം. ഈ സമയത്ത് നമ്മുടെ വേദ ഇറങ്ങി വരുന്നു. വേദ ഇറങ്ങി വന്നിട്ട് അച്ഛമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ വിക്രത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നന്ദിനി ചെന്ന് ഈ വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും ഇഷ്ടപ്പെടും? ഒരിക്കലും വിക്രത്തിന്റെ അച്ഛൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ മാഷ് എന്ത് ചെയ്യുന്നു? മാഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇതൊക്കെ കൊണ്ടുവരുമ്പം നമ്മുടെ വേദയോട് ഉള്ള ഇഷ്ടം കൂടും. പിന്നെ നാട്ടു നടപ്പാണല്ലോ, അടുക്കള കാണാൻ പോൽ ചടങ്ങൊക്കെ ഉണ്ട്, അതൊന്നും നടത്തിയിട്ടില്ല. അപ്പോഴാണല്ലോ ഈ വാഷിംഗ് മെഷീനും സാധനങ്ങളും ഒക്കെ കൊണ്ടുചെല്ലുന്നത്. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചു വന്ന ഇവര് നേരിടേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥയായിട്ടാണ് തിരിച്ചു പോകുന്നത്. മകൾക്ക് അവിടെ അംഗീകാരം കിട്ടിയിട്ടില്ല. അവര് മരുമകളായിട്ടോ ഭാര്യയായിട്ടോ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയാണ് അവിടെ വേദയുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടി. അങ്ങനെ ഈ സാധനം കൊണ്ടുവരുന്നു. ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇത് ഇറക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വേദയുടെ അച്ഛനല്ല വിക്രത്തിന്റെ അച്ഛൻ വന്നിട്ട് പറയാണ്, മര്യാദയ്ക്ക് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവെക്കണം. നിങ്ങളോട് ആരെങ്കിലും ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞോ? ഇതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഇതെന്താ ഞങ്ങളെ അപമാനിക്കാനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു അപമാനമായിട്ട് കാണരുത്. കാരണം ഇത് എന്റെ മകൾക്ക് അവകാശപ്പെട്ടതാണ്. കല്യാണം നടത്തിയാലും, കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കല്യാണം വലിയ രീതിയിൽ തന്നെ നടത്തിയാലും ഇങ്ങനെ ഒരു ചടങ്ങുകളൊക്കെ ഉള്ളതാണെന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ കമലയോട്, അതായത് വിക്രത്തിന്റെ അമ്മയോട് വിക്രത്തിന്റെ അച്ഛൻ പറയാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ തന്നെ അയച്ചോളം പറയുകയാണ്. അപ്പൊ അവിടെ കൂടുതൽ നേരം നിർത്തണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മാഷിന് സംസാരിക്കാനും പറ്റില്ല, അവരോട് തർക്കിക്കാൻ വയ്യ. അതുകൊണ്ട് കമല അടുത്ത് എന്ന് പറഞ്ഞു, വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് പ്ലീസ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പം എനിക്കിഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഞാനിവിടെ എൻ്റെ മരുമകളല്ല, മകളെ പോലെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ കൂടി അംഗീകരിക്കണമല്ലോ, എൻ്റെ ഭർത്താവ് അംഗീകരിക്കണമല്ലോ, അതുപോലെ ഇവളുടെ ഭർത്താവ് അംഗീകരിക്കണമല്ലോ. എൻ്റെ മോനൊക്കെ അംഗീകരിക്കാതെ ഇവിടെ വേറൊന്നും വേണ്ട. ഇനിയിപ്പം അതെന്താണ് അംഗീകാരം ഉണ്ടാകുന്നതെന്നൊന്നും എനിക്കറിയില്ല, അന്ന് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഏതായാലും വേണ്ട, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കമലയും അങ്ങ് പോയി കേട്ടോ. വേദയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. വേദയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം ആ ഒരു സമയത്ത് വീട്ടുകാരെ അനുഭവിക്കുന്ന അപമാനം, വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളമാണ്. അപ്പൊ നന്ദിനി അവിടെ കിടന്ന് ആർത്തുലച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇവരെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത്, അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാത്രങ്ങളും അതുപോലെ തന്നെ ചട്ടിയും കൊട്ടയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എന്താ ഒന്നും ഇല്ലെന്ന് ഇവർ വിചാരിച്ചോ, അങ്ങനെയാ ഇങ്ങനെയാ മറിച്ചോ മറ്റോ എന്നൊക്കെ പറഞ്ഞു നന്ദിനി. ശ്രീജ നന്ദിനിനെ ഒരു തരത്തിൽ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ശ്രീജ പറഞ്ഞു, ഒന്ന് പൊന്ന് നന്ദിനി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഏതായാലും നന്ദിനിനെ കൊണ്ടുപോയി. ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായി. അപ്പം വേദ പറഞ്ഞു, വേണ്ടായിരുന്നു മുത്തശ്ശി, ഇത് വേണ്ടായിരുന്നു, നമ്മൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിലും പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. എനിക്കിവിടെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പഠിച്ചിട്ടാ, എൻ്റെ മനസ്സ് പാകപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, കാരണം എന്നോടൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നു, എങ്കിൽ പിന്നെ ഞാനിത് കൊണ്ടുവരരുത് എന്ന് പറയുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു അപമാനം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, ഇനി പോട്ടെ എന്നൊക്കെ പറയണം. അപ്പം മുത്തശ്ശിക്ക് മുത്തശ്ശി പറയാം, എൻ്റെ മോൾ ഇവിടെ ഇതിന് മാത്രം തള്ളപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്, ഇവരാരും എൻ്റെ മോളെ ഒരു പരിഗണനയും തരുന്നില്ലല്ലോ എൻ്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോട് കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ വേദയുടെ അമ്മയും കെട്ടിപ്പിടിച്ചൊക്കെ കരഞ്ഞിട്ട് പൊക്കോളാൻ പറയുകയാണ് വേദ. അങ്ങനെ അവര് കൊണ്ടുവന്ന സാധനമൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ വിക്രം വന്ന കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മുടെ വിക്രം വന്നൊരു വലിയ പെർഫോമൻസ് അവിടെ നടത്തി ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഈ മനഃപൂർവ്വം എൻ്റെ വീട്ടുകാരെ അപമാനിക്കാൻ വേണ്ടിയാണോ, ഒന്നാമത് എനിക്ക് ഇവള് തലവേദനയാണ്, വീണ്ടും വീണ്ടും തലവേദന വരുത്തി വെക്കുന്നതാണോ, എനിക്ക് ദയവേദി ഇവിടെ നിന്ന് പോയി തരുവോ, ഇവളെയും കൂടെ കൊണ്ടുപോയി തരുവോ എന്നൊക്കെ ഇതിന്റെ ഇടയിൽ നമ്മുടെ വിക്രം വന്നായിരുന്നു കേട്ടോ, ചോദിച്ചായിരുന്നു. അപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മുത്തശ്ശിക്കും അമ്മയ്ക്കും കൂടുതൽ വിഷമമായത്. അപ്പൊ വിക്രം ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് അവർക്കും മനസ്സിലായല്ലോ. പക്ഷെ അവരങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല, നമ്മുടെ വേദയെ കൂട്ടിക്കൊണ്ട് വന്നതാണല്ലോ വിക്രം. അപ്പം നല്ല രീതിയിൽ തന്നെ പോവുകയാണെന്നായിരുന്നു അവരുടെ ചിന്ത. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വെച്ച് വീട്ടുകാരെ ഒന്നും പറഞ്ഞില്ല, അതായത് വിക്രത്തിന്റെ വീട്ടുകാരോട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ, മുത്തശ്ശി അമ്മയെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേദ പ്രതികരിക്കുകയാണ് കേട്ടോ. മാഷിനോട് തന്നെ പറയാണ്, മാഷി കാണിച്ചത് തെറ്റ് തന്നെയാണെന്ന്. ഇത് കേട്ടതും, നീ എന്താടി പറഞ്ഞത്, എൻ്റെ അച്ഛനെ കാണിച്ചത് തെറ്റാണെന്നോ, നീ ആരുടെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം ഞാൻ ആരുടെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നതെന്ന്. അക്ഷരവും വിദ്യാഭ്യാസവും ഒക്കെ പകർന്നു കൊടുത്ത ഒരു മാഷ്. പക്ഷെ മാഷ് ഇപ്പൊ കാണിച്ചതുണ്ടല്ലോ, അതൊരിക്കലും ആരോടും കാണിക്കാത്ത കാര്യമാണ് മാഷ് കാണിച്ചത്. അതൊരിക്കലും ശരിവെച്ച് തരാൻ എനിക്ക് പറ്റില്ല. അപമാനിച്ചു വിടണ്ടായിരുന്നു. ഇങ്ങനെ അപമാനിക്കാനായിട്ട് എൻ്റെ വീട്ടുകാരെ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ വെറുതെ എൻ്റെ വീട്ടുകാരെ അപമാനിച്ചത്? ഇത് മോശമായി പോയി മാഷ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മാഷിന് സത്യം പറഞ്ഞാൽ ഉത്തരവില്ലാട്ടോ, ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പൊ അത് കാണുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുമല്ലോ, എൻ്റെ അച്ഛനെ അപമാനിച്ചത് നീയാണ്, നിന്റെ വീട്ടുകാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണ് വാടയാണ് ഓടയാണെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് തുടങ്ങി. വിക്രത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദ രണ്ട് വർത്താനം നല്ലതുപോലെ പറയുകയും ചെയ്തു. ഏതായാലും അത് കേട്ട് വിക്രത്തിന്റെ വായു അടഞ്ഞു കേട്ടോ. ഭയങ്കര വിഷമമാണ് നമ്മുടെ വേദയ്ക്ക്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ വേദേനെ സമാധാനിപ്പിക്കാൻ കമല ചെല്ലുന്നുണ്ട്. പോട്ടെ, സാരമില്ല മോളെ, എല്ലാത്തിനും ഒരു തീരുമാനമാകും. അതുമല്ല, ഇത്രയും നല്ല മനസ്സുള്ള മോളെ തിരിച്ചറിയാൻ എൻ്റെ ഭർത്താവിനോ അതുപോലെ എൻ്റെ മകനൊന്നും സാധിക്കുന്നില്ല. ആ ഒരു ദിവസം അധികം നാളിന് മുമ്പ് വന്നു ചേരുക തന്നെ ചെയ്യും. മോള് വിഷമിക്കൊന്നും വേണ്ടാട്ടോ, മോളുടെ വീട്ടുകാരോട് പറയണം, വിഷമിക്കൊന്നും വേണ്ടാന്ന് മോള് തന്നെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ ഇവയ്ക്ക് കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും വൈകിട്ട് കാണണേ. നമ്മളെന്നും ഒരു 9:30 കൂടിയായിരുന്നു പോസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാവരോടും ഒരു സോറി ഒക്കെ പറയാണ്. അപ്പൊ കാത്തിരിക്കാൻ 1-2 പേരുണ്ടെങ്കിലും അവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സോറി കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി, അതാണ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷമാണ്. അതൊരു 12:30 ആകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ചാനലിൽ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. ആ ചാനലിന്റെ പേര് റിയൽ സ്റ്റോറി എന്ന് തന്നെയാണ്.
പേരും മറന്നുപോയല്ലോ എൻ്റെ ദൈവമേ. പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. ഏതായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പം തൽക്കാലം ഇതിൽ കൊടുക്കുന്നില്ല, കാരണം നമുക്കത് മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല ആ ചാനൽ. പതുക്കെ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ, വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഗ്രോ ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.